നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സ്ലീവ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നത് നോക്കാം. തുണീനെ 4 മടക്കി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇത് ബ്ലൗസ് ആവട്ടെ, ചുരിദാർ പീസാവട്ടെ, ഏത് ഇതിലും സ്ലീവ് ഇതേ മെത്തേഡിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് വെച്ചാണ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. അതിന് ഫസ്റ്റ് എല്ലാവരും നോക്കേണ്ടത്, ഏത് തുണിയുടെയും ഫ്രണ്ട് വശം നമ്മൾ എടുത്ത് അളവെടുക്കാനേ പാടില്ല. അത് അളവെടുത്ത് കട്ട് ചെയ്താലും ഇല്ല അളവ് തുണി വെച്ച് കട്ട് ചെയ്താലും ഫ്രണ്ട് പോർഷൻ വെച്ച് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഏത് തുണി വെട്ടുമ്പോഴും ഫ്രണ്ട് പോർഷൻ വന്ന് നമ്മൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുഴിച്ച് വെട്ടും. അതുകൊണ്ട് അത് വെച്ച് ആ അളവ് വെച്ച് വെട്ടുമ്പോഴും നമുക്കത് കറക്റ്റ് വരത്തില്ല. അതിന് വേണ്ടി അളവ് തുണിയിൽ ബാക്ക് സൈഡ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോഴേ അത് ക്ലിയറാக വരത്തുള്ളൂ. അതിന് വേണ്ടി 4 മടക്കിയിട്ടിട്ട് താഴ്ഭാഗം നമ്മൾ ഹെമ്മിങ് ആണെങ്കിൽ ഹെമ്മിങ്ങോ സ്റ്റിച്ച് ചെയ്യാനായിരുന്നാലും ഏതിനായിരുന്നാലും ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അതിൻ്റെ അളവിന് നമുക്ക് എത്ര ഇഞ്ച് നമ്മൾ വിട്ടടിക്കുമോ അതിന് കണക്കാക്കി നമ്മൾ മടക്കി വിട്ടിട്ടാണ് ബാക്കി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത്. അളവ് തുണിയെ അതിൻ്റെ ഹെമ്മിങ്ങിന് മടക്കി വെച്ചിട്ട് സ്ട്രൈറ്റ് ഒരു ചുരുക്കവുമില്ലാതെ നല്ല നീറ്റാവുന്ന പിടിച്ച് മാർക്ക് ചെയ്യുന്നതാണ്. നമ്മളെപ്പോഴും അളവ് തുണിയേക്കാൾ ഒരു 1/4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ തയ്ക്കുമ്പോൾ കറക്റ്റ് അത് വരുള്ളൂ. അതേ അളവ് തുണിയുടെ നീളത്തിന് കറക്റ്റേ വരത്തുള്ളൂ. എനിക്ക് തുണി കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും തുണി സൈഡ് ഞാൻ അടിക്കാൻ വേണ്ടി വിടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അളവ് തുണിയേക്കാളും 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തുണി ഉള്ളതിനൊപ്പത്തിന് നമ്മൾ വിട്ടാൽ മതി കൂടുതൽ. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ആ പൊമ്മി മാർക്ക് ചെയ്യണം. ഈ ചരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തച്ച് ഇടുമ്പോൾ സ്ലീവ് വന്ന് പെർഫെക്റ്റായിട്ട് വരത്തില്ല. ഈ രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് സെൻറ്റർ പോർഷനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒരു 1/4 ഇഞ്ച് ചെറുതായി കട്ട് ചെയ്യണം. അതിന് എപ്പോഴും നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കറക്റ്റ് 2 പീസ് ഒപ്പത്തിന് വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷൻ 1/4 ഇഞ്ച് വെട്ടിയെടുക്കണം.
വശവും നല്ല വശവും ഉള്ളിൽ നോക്കി വച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ വന്ന് നമ്മളൊരു 1/4 ഇഞ്ച് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാർക്ക് ചെയ്ത് തന്നെ കാണിക്കുന്നുള്ളൂ, കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുള്ളൂ. എന്നാലേ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഇത്. ചുമ്മാ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരണം. നിങ്ങളിത് മാർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും അളവിന് 1/4 ഇഞ്ചിന് നിങ്ങൾ ഹെമ്മിങ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് തുണി പീസിൽ കൂടെ വെച്ച് സ്ലീവിനൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോഴേക്കും കറക്റ്റ് നല്ല ഒരു ചുരുക്കമോ ഒന്നുമില്ലാതെ ഫ്രണ്ട് പോർഷൻ വളരെ എളുപ്പത്തിൽ വരത്തുള്ളൂ. സ്ലീവും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ കട്ട് ചെയ്യാം. മറ്റുള്ള വീഡിയോയിൽ നമ്മൾ 2 ഇഞ്ച് 3 ഇഞ്ച് ഇവിടെയാണ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അളവ് തുണിയുടെ സ്ലീവ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലാണ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാവരും വീഡിയോ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്